അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ സാധനം പിന്നെ എവിടെ പോവാം? നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും വരാറ്റില്ല. നമ്മളത് ഒരു അമ്പലത്തിൽ പോവാണ്. അതെ, ഒന്നല്ല രണ്ട് രണ്ടമ്പലം. നമ്മൾ രണ്ടമ്പലം നമ്മുടെ നാട്ടിലെ മെയിൻ രണ്ടമ്പലമില്ലേ, ചെട്ടുവാങ്ങര മുള്ളിക്കുളങ്ങര. അപ്പോൾ ചെട്ടുവാങ്ങര എല്ലാവർക്കും അറിയാമെന്നായിരിക്കില്ല, അവിടുത്തെ മെയിൻ കുംഭകർണ ഉത്സവം. അപ്പോൾ നമ്മളിന്ന് അവിടെ തൊഴാൻ പോകും. അപ്പം വലിയ വീഡിയോ ഒന്നുമല്ല, നമ്മൾ ചുമ്മാ തൊഴാൻ പോകുന്ന അമ്പലത്തിൽ കാണിക്കുന്നില്ലേ, കുറച്ച് നമ്മുടെ നാട്ടിപ്പുറത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊച്ചു വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തിലോട്ട് പോകാം. ആദ്യം നമ്മൾ ചെട്ടുവാങ്ങരയിലോട്ടാണ്. അതെ, ഭയങ്കര പീസായിരിക്കും അമ്പലത്തിലൊക്കെ പോകുന്നത്. വൈകിട്ടത്തെ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഭയങ്കര പീസാണ്. അതെ അതെ, നമ്മൾ കുറേ നാൾ ഞാൻ നീ കുറേ നാളായിട്ട് ഞാൻ മിനിഞ്ഞാന്നോളം പോയായിരുന്നു. അടിപൊളിയായി. അങ്ങനെ അമ്പലത്തിൽ പോകാറ് പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇമാരുടെ കൂടെ പോകാം. ഞാൻ വലുതായിട്ടൊന്നും പോകാറില്ല. വീട്ടുകാരുടെ കൂടെ ആണെങ്കിലും ചുരുക്കം പോവാം, അങ്ങനെയൊക്കെ. ഞാൻ മിക്ക ദിവസം പള്ളിയിലും അമ്പലത്തിലൊക്കെ ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തും. അവിടെ അടുത്ത മുള്ളിക്കുളങ്ങര, അവിടെ രണ്ടും പോകണം. പിന്നെ പറ്റുകയാണെങ്കിൽ പള്ളിയിൽ കയറാം. എന്തായാലും നമുക്ക് ഇനി പോയിട്ട് വരാം. ഇവിടെ നമ്മുടെ കുതിരയൊക്കെ നിർത്തുന്ന സ്ഥലമാണ് കാഴ്ചക്കണ്ടം. മാർച്ച് 4-ാം തീയതി. മാർച്ച് 4-ാം തീയതി ഇവിടെ ഒരു ആൾക്കാരുടെ ഒരു വരവുണ്ട്. അതാ ഇവിടെ ഒരു മണ്ണ് നുള്ളിടാൻ പറ്റാത്തത്ര ആളായിരിക്കും ഈ സ്ഥലത്തൊക്കെ ഫുള്ള്. നമ്മൾ ഈ സ്ഥലത്തൊക്കെയാ വണ്ടി വെക്കാറുള്ളത്. ഇവിടെയൊക്കെ സേഫാണ് അത്യാവശ്യം. അങ്ങനെ നമ്മളെ സ്ഥലത്തെത്തി, അമ്പലമെത്തി. നമ്മളാണ് കയ്യിലില്ലാണ്ട് ഒരുത്തൻ മുണ്ട് പിടിക്കുന്നത്. പണിയാണ് ശരിക്കും പറഞ്ഞത്, ഉടുക്കുന്ന ഒരു. എന്റെ മുണ്ട് ശരി, ഞാൻ കയ്യിൽ എനിക്ക് പിന്നെ സീനില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉടുക്കുമെങ്കിലും ചെയ്യും, ഞങ്ങൾ അങ്ങനെ ഉടുക്കത്തുന്നില്ല. എന്തായാലും നമുക്കിനി അമ്പലം തൊഴുതിട്ട് വരാം. തൊഴുതിട്ട് നമുക്കിനി അവിടെ അകത്തധികം വീഡിയോ ഒന്നും എടുക്കുന്നില്ല, എന്നാലും തൊഴുതിട്ട് വരാം അല്ലേ. തൊഴുതിട്ട് നമുക്ക് എന്നിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയില്ലേ. അതെ, ചെട്ടിളങ്ങര കയറി പ്രസാദമൊക്കെ. അതെ, വഴിപാടൊക്കെ നടത്തി പ്രസാദമൊക്കെ വാങ്ങിച്ച് ഭയങ്കര പീസായിരുന്നല്ലേ. ഭയങ്കര പീസാണ് സത്യം പറഞ്ഞാൽ. ഞാൻ എല്ലാ ദിവസവും ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമമില്ലേ, അങ്ങനെ വരുമ്പോൾ ഞാനൊന്നെങ്കിൽ ഇവിടെ വരും, അല്ലെങ്കിൽ മുള്ളിക്കുളങ്ങര പോകല്ലേ, ഒരു പള്ളി പോയില്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ട്, ഒരു കുറച്ച് നേരം ഇവിടെ വന്ന് ഇരുന്നാൽ മതിയില്ലേ. സമയം നല്ല ശാന്ത സമാധാനം. അതെ, ഒരു ഇതില്ല. ഇന്ന് കുറച്ച് ആൾക്കാരെ എല്ലാ ദിവസവും ഇവിടെ ആളുണ്ട്, എന്നാലും ഇന്ന് കുറവാ, കുറച്ചുകൂടി ഇന്ന് കുറവാ സാധാരണ. അതെ, ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര പീസാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. എല്ലാവരും വിശ്വാസികൾ അങ്ങനെ അല്ലല്ലോ. പക്ഷെ കുറച്ചു നേരം നമ്മൾ ഇവിടെ വന്ന് വൈകിട്ട് അവിടെ കളത്തട്ടൊക്കെ ഇല്ല, അവിടെ പോയി കിടക്കാനൊക്കെ ഭയങ്കര വൈബ്. എല്ലാവരും ഇരിപ്പുണ്ട് ഇവിടെ. അതെ, ഇനി ഇവിടെ എന്തുവാ മാർച്ച് 4-ാം തീയതി നമ്മുടെ കുംഭഭരണിയില്ലേ, അന്നേരം നമ്മൾ നടക്കുന്ന സ്ഥലത്തൊക്കെ സ്ഥലമൊക്കെ ഭയങ്കര ആളായിരിക്കും, നല്ല ആളായിരിക്കും അല്ലേ. സത്യം പറഞ്ഞാൽ 11-ാം തീയതി തൊട്ട് നമ്മുടെ ഇവിടുത്തെ ഉത്സവം തുടങ്ങും. അന്ന് എഴുന്നള്ളത്തുണ്ട് ലാഹ ജംഗ്ഷനി, ചെട്ടുളങ്ങര ചെട്ടുളങ്ങര അനിയത്തി, മുള്ളിക്കുളങ്ങരമ്മ ഇതും ചേർത്ത്, അങ്ങനെ നമ്മുടെ രീതിയിൽ പറയുന്നത്. ഇവിടുത്തെ കുംഭഭരണി ഭയങ്കര എന്ന് വെച്ചാൽ ഫേമസ്, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഒരു വലിയൊരു ഉത്സവമല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ വന്നു പ്രാർത്ഥിച്ചു. ഇപ്പം നമ്മുടെ മനസ്സിനൊക്കെ ഒരു പീസില്ലേ. അതെ, ഇനി നമ്മൾ ചേച്ചിയെ കാണാൻ പോവാണ്, മുള്ളിക്കുളങ്ങര അമ്പലത്തിലോട്ട് പോവാണ്. ഇനി അവിടെ അടിപൊളിയാ, നമുക്ക് ഇനി അങ്ങോട്ട് എന്നിട്ടാണല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ പോവാണ്. ഇനി ഇതിൽ ഈ മുണ്ടും വെച്ചോണ്ടിരിക്കുന്ന പാട് നല്ല പാൻ്റെ വല്ല ഇട്ടാൽ മതി അല്ലേ. ഇല്ല, മുണ്ടാണ് അമ്പലത്തിൽ പോകുമ്പോൾ. അത് ശരിയാ, അത് മുണ്ടാണ് നല്ലത്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും പാടാണ്. നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഞാനൊന്ന് ഓക്കെ സെറ്റ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. മുള്ളിക്കുളങ്ങര അമ്പലം എത്തി. ഇവിടെ ഉത്സവം തുടങ്ങി. ഇവിടെ അശ്വതിയാണ് മെയിൻ ഉത്സവം. എന്തായാലും നമ്മൾ വന്നിട്ടുണ്ട്, നമുക്കിനി കയറിയിട്ട് വരാം. നമ്മൾ അമ്പല ദർശനം കഴിഞ്ഞില്ലേ, കാണാൻ പറ്റുന്നല്ലേ. ചെറിയ ഗ്രെയിൻസിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇരുട്ടായില്ലേ, സന്ധ്യയായി. നമ്മൾ ദീപാരാധന അവിടുന്ന് കണ്ടിട്ട് ഇറങ്ങി, അതാ കുറച്ച് താമസിച്ചു പോയെ. നമ്മൾ അവിടുത്തെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ, അവിടെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ ചെറിയ 2-3 ഇത് എടുത്തിട്ടുണ്ട്. ഇവിടെ അതും ഇവിടെ നല്ല വൈബായിരുന്നില്ലേ, ഭയങ്കര അധികം ആളില്ല, ഭയങ്കര പീസ് ഇല്ലേ. ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെയാണ് എൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ, ഒരു അമ്പലത്തിൽ കുറച്ചൊരു ഇരുന്ന പ്രശ്നം മാറാൻ ഇതേ ഉള്ളൂ. ഒരു ഫീല്, വിശ്വാസം ഇല്ലേലും ഉണ്ടേലും ഇല്ലേ, പോയവിടെ ഇരിക്കുക എല്ലാം മാറും. ഇപ്പം നമ്മൾ ചുമ്മാ ഇന്ന് ഞായറാഴ്ച ഇല്ലേ, ഞായറാഴ്ച കൊണ്ട് ഇന്നിങ്ങനെ അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് ചുമ്മാ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തത്. ഇനി ഇവിടുത്തെ ഇനി അശ്വതിയാണ്, മറ്റേ അശ്വതി ഉത്സവം എന്ന് വെച്ചാൽ കുംഭഭരണി കഴിഞ്ഞ് അടുത്ത വരുന്ന അശ്വതി ഇല്ലേ, അന്ന് ഇവിടെയും ചെട്ടുളങ്ങരയും ഭയങ്കര ഉത്സവം എന്ന് വെച്ചാൽ. അതിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ 2 പേരും കൊടുങ്ങല്ലൂർ അമ്മയെ കാണാൻ പോകുന്നൊരു ഇരുന്നു. അത് ഭയങ്കര വലിയൊരു ഉത്സവം, ഭയങ്കര നമ്മുടെ ഇവിടുത്തെ തന്നെ ഭയങ്കര വലിയൊരു ഉത്സവം. അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങളെ കാണിക്കില്ലേ. എന്തായാലും
ജസ്റ്റ് ഒരു ഞങ്ങളൊരു ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ കാണിച്ചത്. അതെ, ഞായറാഴ്ച നമ്മൾ എപ്പോഴൊന്നും പോകത്തില്ല, ചുമ്മാ ജസ്റ്റ് ഇന്നൊന്ന് പോകാൻ തോന്നി. നമുക്ക് മെൻ്റലി നമ്മൾ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ പോയിരുന്ന എല്ലാം ഓക്കെ ആണെന്ന് പ്രശ്നമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോവാം, കുറച്ച് നേരം ഇരിക്കുമല്ലേ. അപ്പം ഇത്രേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങളെ ഞായറാഴ്ച ആയിട്ട് ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ കാണിച്ചതേ ഉള്ളൂ അല്ലേ. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം ഓണാട്ടുകരക്കാരുടെ അമ്മമാരായ ചെട്ടികുളങ്ങരമ്മയുടെയും മുളിക്കുളങ്ങരമ്മയുടെയും അടുത്തേക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ എല്ലാ അമ്പലങ്ങളൊന്നും പോകുന്ന ആൾക്കാരല്ല. പക്ഷെ നമുക്ക് എന്തിപ്പോൾ വിഷമം വന്നാലും സങ്കടം വന്നാലും നമ്മൾ ആദ്യം ഓടിയെത്തുന്ന 2 അമ്പലമാണ് ഈ ചെട്ടികുളങ്ങരയും മുള്ളിക്കുളങ്ങര. അത് ചിലപ്പോൾ ഞങ്ങൾ ഓണാട്ടുകരക്കാരായതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും ഈ 2 അമ്മമാരുടെ അടുത്തേക്ക് ഞങ്ങൾ ഓടിച്ചെല്ലുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നൊരു സമാധാനവും ആ ഒരു പീസ് മൈൻഡും ഞങ്ങൾക്ക് വേറെ എവിടെ പോയാലും അങ്ങനെ കിട്ടാറില്ല. ഞങ്ങളിപ്പോൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം ഓടിയെത്തുന്ന ഈ 2 അമ്പലങ്ങളിൽ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് മനസ്സിന് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. ഞങ്ങളുടെ ലൈഫിൽ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ഞങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഈ 2 അമ്മമാരുടെ അടുത്താണ്. എന്തായാലും ഞങ്ങളുടെ ഓണാട്ടുകരക്കാരുടെ ഉത്സവം തന്നെ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ വരുന്ന 11-ാം തീയതിയാണ് ആദ്യം കൂടിയിരുന്നുള്ളത്. അത് കഴിഞ്ഞ് 26-ാം തീയതി ശിവരാത്രി, മാർച്ച് 4-നാണ് നമ്മുടെ മഹാകുംഭം. എന്തായാലും ഞങ്ങളുടെ ഇനി ഓണാട്ടുകരക്കാർക്ക് ഉത്സവത്തിൻ്റെ ദിനം തേണ്ട അങ്ങോട്ട് ആരംഭിക്കാൻ പോവാം.